പാലക്കാട് മലമ്പുഴയിൽ സർക്കാർ പ്രഖ്യാപിച്ച സാനിറ്ററി ലാൻഡ് ഫില്ലിംഗ് പദ്ധതി ഉപേക്ഷിക്കണമെന്ന ആവശ്യം. പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ പ്രഖ്യാപിച്ച പദ്ധതി ഒട്ടേറെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പദ്ധതി ഉപേക്ഷിക്കണമെന്ന ആവശ്യമുയരുന്നത്. മലമ്പുഴ മാന്തുരുത്തിയിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ആശുപത്രി മാലിന്യ സംസ്കരണ പ്ലാന്റിന് സമീപമാണ് സർക്കാർ സാനിറ്ററി ലാൻഡ് ഫില്ലിംഗ് പദ്ധതി നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചത്. ഇതിനായി 13 ഹെക്ടർ സ്ഥലം സ്വകാര്യ വ്യക്തികളിൽ നിന്നും ഏറ്റെടുക്കാനാണ് തീരുമാനം. എന്നാൽ മലമ്പുഴയിൽ വീണ്ടും മറ്റൊരു മാലിന്യ സംസ്കരണ പ്ലാന്റ് വരുന്നത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും പദ്ധതി ഉപേക്ഷിക്കണമെന്നും സാമൂഹ്യ പ്രവർത്തകരായ ബോബൻ മാട്ടുമന്ത, ജി ശിവരാജൻ എന്നിവർ ആവശ്യപ്പെട്ടു. കേരളത്തിൻ്റെ വൃന്ദാവനമായ മലമ്പുഴയെ കേരളത്തിൻ്റെ മാലിന്യപ്പറമ്പാക്കാനാണ് സർക്കാർ നീക്കം. ഈ പദ്ധതി അതീവ രഹസ്യമായാണ് നടപ്പിലാക്കുന്നത്. ഈ പദ്ധതി പ്രദേശം ഉൾപ്പെടുന്ന പുതുശ്ശേരി പഞ്ചായത്തിന് വരെ ഈ പദ്ധതി സംബന്ധിച്ച യാതൊരു വിവരങ്ങളും ഇതുവരെയും അവർക്കറിയില്ല. ഇത് വന്യമൃഗങ്ങളുടെ ഒരു സഞ്ചാരപാത കൂടിയാണ്. പ്രത്യേകിച്ച് ആന ഉൾപ്പെടെയുള്ള മൃഗങ്ങളുടെ സഞ്ചാരപാതയാണ്. ഈ സഞ്ചാരപാത ഇത്തരത്തിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് മെൻ അനിമൽ കോൺഫ്ലിക്റ്റിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇത് ഡാമിനോട് ചേർന്നൊരു പ്രദേശമായതിനാൽ ഇതുമായി ബന്ധപ്പെട്ട് ജലം മലിനീകരിക്കപ്പെടുമെന്നൊരാശങ്കയും ഈ പ്രദേശവാസികളിൽ ഞങ്ങൾക്കുണ്ട്. പാരിസ്ഥിതിക ആഘാത പഠനമോ സാമൂഹ്യ ആഘാത പഠനമോ നടത്താതെയാണ് പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്ന് ആരോപണമുണ്ട്. സാനിറ്ററി ലാൻഡ് ഫില്ലിംഗിലൂടെ ഭൂഗർഭജലവും ഡാമിലെ ജലവും മലിനീകരിക്കപ്പെടാൻ സാധ്യതയേറെയാണെന്നും സാമൂഹ്യ പ്രവർത്തകർ പറയുന്നു. വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുമെന്നും പരാതിയുണ്ട്. ഇങ്ങനൊരു വേസ്റ്റ് മാനേജ്മെൻറ്റ് ഈ മലമ്പുഴ പ്രോജക്റ്റിൻ്റെ പരിസരത്താണ് ഇത് വരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കൊണ്ടുണ്ടാകുന്ന ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ഒരു ആഘാത പഠനമോ അതല്ലെങ്കിൽ അതിൻ്റെ വരുംപരാഗകളെക്കുറിച്ചുള്ള ഒരു പഠനമോ ഒന്നും നടത്താതെയാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ പ്രോജക്റ്റായിട്ട് തുടങ്ങിയാൽ ആ പ്രദേശത്തെ കുടിവെള്ളം ധാരാളം നമ്മുടെ ഈ പാലക്കാടിലെ 6 പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ പല പ്രദേശങ്ങളിലും കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന വെള്ളമാണ് മലമ്പുഴയിൽ. അതുപോലെ തന്നെ കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അതുപോലെ ഈ കിംഫ്ര പദ്ധതി അങ്ങനെ പല ആവശ്യത്തിനും വേണ്ടി ഈ വെള്ളം വിനിയോഗിക്കുന്നുണ്ട്. അതിലൊക്കെ ഇതിൻ്റെ രാസമാലിന്യങ്ങളുടെ ഒരു കൂടിച്ചേരലുണ്ടായാൽ അത് വളരെ പരിസ്ഥിതിക്ക് വലിയ ഒരു ആഘാതം ഉണ്ടാക്കും എന്നാണ് ഒരു ആശങ്ക. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കലിൽ സുതാര്യതയില്ലെന്നും ആരോപണമുണ്ട്. പദ്ധതിക്കെതിരെ ജനകീയ സമിതി രൂപീകരിച്ച് സമരത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് മലയാളം, പാലക്കാട്.